ഹായ് ഡോസ്, വെൽക്കം ടു ബയോലാബ്. ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും കാണുന്ന പ്രധാനപ്പെട്ട ആളാണ് ഈ ഒരു ചെമ്പരത്തി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്പരത്തിൻ്റെ എല്ലാ മോർഫോളജിക്കൽ പാർട്സും കാണാൻ പോവാണ്. ആൻഡ് ഓൾസോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചറും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യാൻ പോവാണ് ത്രൂ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇതിൽ നമുക്ക് ബോത്ത് ആൻട്രീഷ്യം ആൻഡ് ഗൈനീഷ്യം കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ ഓരോ പാർട്സും, വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ വെജിറ്റേറ്റീവ് പാർട്സ് നോക്കാം. നമ്മുടെ ഈ ഫ്ലവറിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ പെഡിസൽ എന്ന് പറയുന്ന ഭാഗം. ഇനി നമ്മൾ ഇതിന്റെ എപ്പികാലിക്സ് ആണ് നിങ്ങൾ ഈ കാണുന്ന ഫിഗറിൽ, ഈ കാണുന്ന ഫ്ലവറിന്റെ ഈ ഒരു റീജിയനിലുള്ളതാണ് നമ്മുടെ എപ്പികാലിക്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ കാലിക്സ് റീജിയൻ. ഫ്യൂസ്ഡ് ആയിട്ടാണ് നമുക്ക് ചെമ്പരത്തിയിൽ കാലിക്സ് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ അത് എടുക്കാൻ പോവാണ്. ഒരു ഫ്ലവറിന്റെ കളർഫുൾ ആയിട്ടുള്ള റീജിയൻ ആണ് നമ്മുടെ പെറ്റൽസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പെറ്റൽസ്. ഇപ്പൊ ഇതാണ് നമ്മുടെ വെജിറ്റേറ്റീവ് പാർട്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണ്. നമ്മൾ പറഞ്ഞു ഇതൊരു ബൈസെക്ഷൽ ഫ്ലവർ ആണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ആന്തേഴ്സ് അല്ലെങ്കിൽ സ്റ്റേമൻ എന്ന് പറയുന്നത്. ഒരു ഫ്ലവറിന്റെ മെയിൽ റീജിയൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല, ചെമ്പരത്തിയിൽ നിങ്ങൾ കാണുന്ന പോലെ എൻക്ലോസ് ചെയ്ത് ഫ്യൂസ്ഡ് ആയിട്ട് കുറെ ആന്തേഴ്സ് ഇങ്ങനെ ഫോം ചെയ്ത് കാണാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ ഈ ഒരു ആന്തറിന്റെ ഈ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഈ ഫ്യൂസ്ഡ് ആയിട്ടുള്ള ട്യൂബ് പോലൊരു ഭാഗമാണ്. അതിനെ ഞാനിങ്ങനെ റിമൂവ് ചെയ്തെടുക്കുന്നത് കാണാം. ഓക്കെ, യെസ്. സോ ഇതാണ് നമ്മുടെ മെയിൽ പാർട്ടായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. സാധാരണ ഫ്ലവേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ഉള്ളത്. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ഫിലമെന്റിലേക്ക് ജോയിൻ ചെയ്തിട്ടാണ് യെല്ലോ കളറിൽ ആന്തേഴ്സ് ഉള്ളത്. അവിടെ നിന്നാണ് പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫീമെയിൽ പാർട്ടായിട്ടുള്ള പിസ്റ്റിൽ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ പിസ്റ്റിലിൽ നമുക്കൊരു 3 ഭാഗങ്ങളുണ്ട്: സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. അപ്പൊ ഇവിടെ ഇന്ന് പ്രത്യേകത, ഒരു ക്രൗൺ പോലെയാണ് സ്റ്റിഗ്മ ഉള്ളത്. വളരെയധികം ഈ ഒരു ചെറിയ സ്പൈക്സ് ഒക്കെ ഉണ്ട്. വേഗം പോളൻ ഗ്രെയിൻസിനെ ഇവർക്ക് പിടിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സ്റ്റിഗ്മ. അതിൽ നിന്നും പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് പോകാനുള്ള വഴിയാണ് നിങ്ങൾ ഈ കാണുന്ന ലോങ് ട്യൂബ് ആയിട്ടുള്ള സ്റ്റൈൽ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ഓവറി. ഇതിൻ്റെ ഉള്ളിലാണ് ഒബ്യൂൾ ഉള്ളത്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്.